ഈശോയുടെ മുടി വളരുന്ന തങ്കിപ്പള്ളിയുടെ ചരിത്രം. അതെ, ഇന്ന് നിങ്ങൾ സെറീസ് വ്ലോഗ്സിലൂടെ കേൾക്കാൻ പോകുന്ന കഥ ഈശോയുടെ മുടി വളരുന്ന തങ്കിപ്പള്ളിയുടെ ചരിത്രമാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലാണ് മുടി വളരുന്ന ഈശോയുടെ തിരുസ്വരൂപമുള്ള തങ്കിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1583 തങ്കിപ്പള്ളി ഒരു ഇടവകയായി ഉയർത്തിയത്. വളരെയേറെ ദാരിദ്ര്യമനുഭവിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു തങ്കി എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത്. കൂടുതൽ ആളുകളും കയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അത്ഭുതങ്ങളുടെ കലവറ എന്നാണ് തങ്കിപ്പള്ളിയെ വിശ്വാസികൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം ഈശോയുടെ മുടി വളരുന്നു എന്നതാണ്. 1936 ഈശോയുടെ തിരുസ്വരൂപം തങ്കിപ്പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ ഈശോയുടെ തോളോളം മാത്രമുണ്ടായിരുന്ന മുടി കൈമുട്ടിൻ്റെ താഴെ വരെ വളർന്നുവെന്ന അത്ഭുതം കാണുവാനും പ്രാർത്ഥിക്കുവാനും 10,000 തങ്കിപ്പള്ളിയിലെത്തുന്നു. യേശുവിൻ്റെ തിരുസ്വരൂപം പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ തന്നെ നിരവധിയാണ്. വളരെയധികം കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു തങ്കി. എന്നിരുന്നാൽ തന്നെ ദേവാലയത്തിന് ഒരു പിടി അരി മാറ്റിവെക്കുകയും അത് മുഴുവൻ വിറ്റുകിട്ടിയ പണം സ്വരൂപിച്ചാണ് ഈശോയുടെ ഈ തിരുസ്വരൂപം ദേവാലയത്തിലെത്തിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും തങ്കിപ്പള്ളിയിലെ ഏറ്റവും വലിയ നേർച്ചയായി പിടിയരി സമർപ്പണം കണക്കാക്കപ്പെടുന്നു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളുണ്ടാകുവാനായി കാണിക്ക മാതാവിനെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹഫലമായി മക്കളെ ലഭിക്കുകയും അവരാ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി കാണിക്ക മാതാവിനെ നേർച്ചയായി അർപ്പിക്കുകയും ചെയ്യുന്നു. പുരാതന കാലത്ത് ഈ നേർച്ച ഇല്ലായിരുന്നെങ്കിലും മാതാവിൻ്റെ പാദപീഠമായ ചന്ദ്രക്കലയിൽ നവജാത ശിശുവിനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ നടന്നു പോകുന്ന ഒരു നേർച്ചയാണ്. കാൽവരിയിൽ തിരുകുമാരൻ്റെ ശരീരം മടിയിലേന്തിയ പരിശുദ്ധ അമ്മയുടെ രൂപവും തങ്കിപ്പള്ളിയിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന പ്രാർത്ഥനകൾ അലയടിക്കുന്ന മനോഹര ദേവാലയമാണ് തങ്കിപ്പള്ളി. വെള്ളിയാഴ്ചകൾ തോറുമുള്ള കല്ലറ ജപപ്രാർത്ഥനകളിലും വിശുദ്ധ വാരാചരണത്തിലും പങ്കെടുക്കുവാൻ ലക്ഷങ്ങളാണ് ഈ തിരുനടയിൽ എത്തിച്ചേരുന്നത്. പ്രധാന അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലതുവശത്ത് കർത്താവിൻ്റെ അത്ഭുത പീഡാനുഭവ തിരുസ്വരൂപവും ഇടതുവശത്ത് കാണിക്ക മാതാവിൻ്റെ പ്രധാന അൾത്താരയും സ്ഥിതി ചെയ്യുന്നു. കാനായിലെ കല്യാണ നാളിലെ ഒരു സ്വാന്തന അനുഭവമാണ് വിശ്വാസികൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഈ രൂപം തങ്കിപ്പള്ളിയെ തങ്കമായി മാറ്റുമെന്ന ദേവദാസനായ ലോറൻസ് പുളിയറത്തച്ഛൻ്റെ വാക്കുകൾ ഇന്ന് അനർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. 1936 എടക്കൊച്ചിയിലെ വികാരിയായിരുന്ന ദേവദാസനായ ലോറൻസ് പുളിയറത്തച്ഛൻ ഈ രൂപം വെഞ്ചരിച്ച് ആശീർവദിച്ച് തങ്കിയിലേക്ക് കൊടുത്തയച്ചപ്പോൾ ഇവിടെയുള്ള അനേകായിരം ജനങ്ങളുടെ വിശ്വാസത്തിന് ആക്കം കൂടുകയായിരുന്നു. പുതിയൊരു ചരിത്രം എഴുതി കുറിക്കുകയായിരുന്നു. ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികൾ കർത്താവിൻ്റെ തിരുസ്വരൂപത്തെ നോക്കി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ കണ്ണുകളിൽ നോക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കല്ലറ ജപം. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണിത് നടത്തിപ്പോകുന്നത്. കർത്താവിൻ്റെ പീഡന നൊവേനയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏക പള്ളിയാണ് തങ്കിപ്പള്ളി. എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് 11 മണിക്കാണ് ഇത് നടത്തിപ്പോകുന്നത്. വേദനകളിൽ നിന്ന് നന്മകളുണ്ടാകുന്നു, സൗഭാഗ്യങ്ങളുണ്ടാകുന്നു. 1930 അമ്മമാർ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ചിരുന്ന കാലത്ത് ഇല്ലായ്മയിൽ നിന്നും അന്നത്തെ പാവപ്പെട്ട അമ്മമാർ നൽകിയ ഒരു പിടി അരി കൂട്ടിവെച്ച് നൽകിയ പണം കൊണ്ട് വാങ്ങിയ തങ്കിപ്പള്ളിയുടെ ഈശോയുടെ തിരുസ്വരൂപം പെസഹ വ്യാഴാഴ്ച കന്യകകളായ ജാതി മതഭേദമന്യേ എല്ലാ പെൺകുട്ടികളും രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇവിടെ വന്ന് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ സമീപത്ത് വിളക്കുകൾ കൊളുത്തി കാത്തിരിക്കുന്നു. ബൈബിളിലെ 10 കന്യകമാരുടെ പ്രതീകമായിട്ടാണ് ഈ കന്യകമാർ വിളക്കുകളിൽ എണ്ണയുമായി കാത്തിരിക്കുന്നത്. ആ ദൃശ്യം വളരെ സുന്ദരമായ ഒന്നാണ്. വെള്ളിയാഴ്ച യേശുപ്പയുടെ തിരുസ്വരൂപം നഗരി കാണിക്കൽ കർമ്മത്തിനായി എടുക്കുന്ന ആ രംഗം വളരെ ഹൃദയസ്പർശമാണ്. കർത്താവിൻ്റെ നേർച്ചക്കഞ്ഞിയും ഇവിടെ ലഭ്യമാണ്.
പിടിയരി നേർച്ച, മുട്ടിലിഴയൽ നേർച്ച, തൊട്ടിൽ നേർച്ച, ആദ്യ ചോറൂട്ട് ഇവയാണ് പ്രധാന വഴിപാട്. ഈശോപ്പ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.